ഒരു രാഷ്ട്രം ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ പാസാക്കാനാകാതെ നാണം കെട്ട് മോദി സർക്കാർ. സഖ്യകക്ഷികളുടെ സഹായത്തോടെ മൂന്നാം മന്ത്രിസഭ ഉണ്ടാക്കിയ മോദി സർക്കാരിന്റെ തുടക്കം മുതലുള്ള സന്ദേശം ഒന്നും മാറിയിട്ടില്ല, ഞങ്ങൾ മാറുകയില്ല എന്നതായിരുന്നു. പാർലമെന്റിൽ ന്യൂനപക്ഷമാണെങ്കിലും ഞങ്ങൾ ഭൂരിപക്ഷത്തെ പോലെ ഭരിക്കുമെന്ന മോദിയുടെ ആഹ്വാനവും വെറുതെയായി. ഇപ്പോൾ ബില്ല് പാസാക്കുന്നതിന് വിപ്പ് നൽകിയിട്ടും വോട്ടെടുപ്പിൽ നിന്ന് 20 BJP എംപിമാർ വിട്ടുനിന്നത് മോദി സർക്കാരിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. ഇതിൽ നിന്നും BJPക്ക് പട പാളയത്തിൽ തന്നെയെന്ന് വ്യക്തമാണ്. ഇതോടെ മോദി സർക്കാർ പാർലമെന്റിൽ തികച്ചും ന്യൂനപക്ഷമാണെന്ന് തെളിഞ്ഞു. RSSന്റെ മുഖ്യ അജണ്ടയായ ഒരു രാഷ്ട്രം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യത്തിനായി അവതരിപ്പിച്ച ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടേണ്ടി വന്നത് മോദി സർക്കാർ പാർലമെന്റിൽ ന്യൂനപക്ഷമാണതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിനു മുമ്പും പല ബില്ലുകളും പാസ്സാക്കാനാകാതെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്നാണ് നിയമന പരീക്ഷ വഴിയല്ലാതെ നേരിട്ട് ലാറ്ററൽ എൻട്രി വഴി 45 പേരെ ജോയിന്റ് സെക്രട്ടറി, ഡെപ്യൂട്ടി ഡയറക്ടർ റാങ്കിൽ നിയമിക്കാനുള്ള നീക്കം പ്രഖ്യാപിച്ച് 3 ദിവസത്തിനകം പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു. മറ്റൊന്ന് വഖഫ് ഭേദഗതി ബിൽ സഖ്യകക്ഷികളുടെ എതിർപ്പിനെ തുടർന്ന് പാസ്സാക്കാൻ കഴിയാതെ JPCക്ക് വിട്ടു. മോദി സർക്കാരിനെ വിമർശിക്കുന്ന യൂട്യൂബർമാരെയും യൂട്യൂബ് ചാനലുകളെയും നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് നിയന്ത്രണ ബില്ലും പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്ന് പാസ്സാക്കാനായില്ല. ഇപ്പോൾ ഒരു രാഷ്ട്രം ഒറ്റ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ബില്ലും പാസ്സാക്കാൻ പോലും ശ്രമിക്കാതെ JPCയുടെ പരിഗണനയ്ക്ക് വിടേണ്ടി വന്നു. ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനുള്ള 129ാം ഭരണഘടനാ ഭേദഗതി ബില്ലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താനുള്ള ഭേദഗതി ബില്ലുമാണ് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിച്ചത്. ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ അംഗബലം ലോക്സഭയിൽ മോദി സർക്കാരിനില്ലെന്ന് ബില്ലുകൾ അവതരണാനുമതി നേടിയ ഘട്ടത്തിൽ തന്നെ ബോധ്യപ്പെട്ടിരുന്നു. ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാൻ 2/3 ഭൂരിപക്ഷമായ 362 എംപിമാരുടെ പിന്തുണ ലഭിക്കണം. NDAക്ക് 293 അംഗങ്ങളുടെ പിന്തുണ മാത്രമേയുള്ളൂ. YSR കോൺഗ്രസിന്റെ 4ഉം അകാലിദളിന്റെ ഏക അംഗവും പിന്തുണച്ചാൽ പോലും 300 കടക്കില്ല. ബില്ല് വോട്ടിനിട്ടപ്പോൾ 269 പേരുടെ പിന്തുണ മാത്രമാണ് NDAക്ക് ലഭിച്ചത്. 198 പേർ എതിർത്തു. വിപ്പ് നൽകിയിട്ടും 20 BJP എംപിമാരും വിട്ടുനിന്നത് സർക്കാരിന് കനത്ത തിരിച്ചടിയായി. എന്തിനേറെ പറയണം, എന്ത് സംഭവിച്ചാലും ബിൽ പാസ്സാക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് വീരവാദം മുഴക്കിയ പ്രധാനമന്ത്രി പോലും അവതരണ വേളയിൽ ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല. ബിൽ പാസ്സാക്കാൻ കഴിയാത്തതിലുള്ള നാണക്കേട് മറയ്ക്കാനാണ് മോദി വിട്ടുനിന്നത്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന BJP എംപിമാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് BJP അറിയിച്ചെങ്കിലും പ്രധാനമന്ത്രി, മന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ്, CR പാട്ടീൽ എന്നിവരുടെ അസാന്നിധ്യം നടപടിയെടുക്കുന്നതിന് തടസ്സമാകുന്നു. ഒരു രാഷ്ട്രം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം ചെലവ് ചുരുക്കാൻ വേണ്ടിയാണെന്നാണ് BJPയുടെ അവകാശവാദം. എന്നാൽ ഇതുകൊണ്ട് എത്ര പണം ലാഭിക്കാമെന്ന വ്യക്തമായ പ്രസ്താവനയോ കണക്കുകളോ ഒന്നും ബിൽ മുന്നോട്ട് വയ്ക്കുന്നില്ല. ബില്ലിന് ശുപാർശ ചെയ്ത രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയും എത്ര പണം ലാഭിക്കാമെന്നതിനെക്കുറിച്ച് കമ എന്നൊരക്ഷരം മിണ്ടുന്നില്ല. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ധനലാഭമല്ല, മറിച്ച് RSSന്റെ പ്രത്യയശാസ്ത്ര അജണ്ടയുടെ ഭാഗമാണ് ബില്ലെന്നാണ്. ഒരു രാഷ്ട്രം, ഒരു മതം, ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു രാഷ്ട്രം, ഒറ്റ തെരഞ്ഞെടുപ്പ്, ഒരു രാഷ്ട്രം, ഒരു നേതാവ് തുടങ്ങിയ അജണ്ടയിലൂടെ രാജ്യത്ത് വൈവിധ്യങ്ങൾ ഇല്ലാതാക്കി ഏകാത്മകതയും അതുവഴി സ്വേച്ഛാധിപത്യവും സ്ഥാപിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ ബില്ലവതരണവും. ഇതിനെയാണ് പ്രതിപക്ഷം പ്രധാനമായും എതിർക്കുന്നതും.